ഞാൻ ബാല നായർ, 72 ഇയേഴ്സ്, മുംബൈ സെറ്റിൽഡ് റിട്ടയർഡ് ടീച്ചറാണ്. ഞാൻ ഹൻസ് മോഹൻ്റെ വെബിനാർ ജോയിൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് അവരുമായിട്ട് ഹൻസ് മോഹനുമായിട്ട് ഒരു ഫോൺ കോളിൽ കൂടി സംസാരിക്കാനുള്ളൊരു ചാൻസ് കിട്ടി. അതിലൂടെ അവർ പറഞ്ഞു 90 ഡേയ്സ് ചലഞ്ചിൽ ജോയിൻ ചെയ്യൂ, നമുക്ക് എല്ലാം നോക്കാമെന്ന്. അങ്ങനെ ഞാൻ 90 ഡേയ്സ് ചലഞ്ച് ജോയിൻ ചെയ്തു. മെയിൻ ഇഷ്യൂ എൻ്റെ വെയ്റ്റിംഗ് ആയിരുന്നു. അറ്റ് ദിസ് ഏജ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു റെഡ്യൂസ് ദ വെയ്റ്റ്, ഐ നോ ദാറ്റ്, ബട്ട് ഐ ആം ഡിറ്റർമൈൻഡ്. ഞാൻ 80 kg ആയിരുന്നതിൽ നിന്നും 70 kgയിൽ എൻ്റെ സ്വന്തം ഡയറ്റ്, വാക്കിങ്ങും എല്ലാം കൂടി വന്നതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഐ ക്യാൻ ആൻഡ് ഐ വിൽ ലൂസ് മൈ വെയ്റ്റ്. ഹിയർ ഹൻസ് മോഹൻ ഹെൽപ്പ് മീ. ടെസ്സി മാമാണ് എൻ്റെ ഡയറ്റീഷ്യൻ. I don't know words to say gratitude to her because she's there. She's there to hear all my problems, all my cries, everything, and she will say, "No, ma'am, everything will be okay. Have faith. You continue. You are doing the best. You are doing slowly. We will do." And that encouragement did a lot of things in me. I needed someone to supervise me, monitor me and encourage me, and here Tessie ma'am came as an angel. ജോയിൻ ചെയ്തിട്ട് 2 ആഴ്ച 3 ആഴ്ച ആവാനായി. ഒരാഴ്ച കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡയറ്റ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഞാൻ എൻ്റെ അമ്പലത്തിൽ സപ്താഹമായിരുന്നു. കാരണം കാലത്ത് 6 മണിക്ക് പോയിട്ട് രാത്രി 8 മണിക്ക് വരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഞാൻ എന്താ കഴിക്കുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ മാമിന് ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു. മാം സാരമില്ല, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രയൊന്നും വെയിറ്റ് ലോസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ ലിമിറ്റേഷൻസ് അറിയാം. കഷ്ടിച്ചൊരു 500 ഗ്രാമേ ഞാൻ കുറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ എൻ്റെ മോട്ടിവേഷൻ ആൻഡ് കോൺഫിഡൻസ് ദാറ്റ് ഐ ക്യാൻ ഡു, ഐ വിൽ ലൂസ്, someone is there to help me. അത് പിന്നെ എനിക്ക് എൻ്റെ വെയിറ്റ് സ്കെയിലിൽ അധികം വെയിറ്റ് കുറഞ്ഞതായി കാണുന്നില്ലെങ്കിലും എൻ്റെ ഫ്രണ്ട്സും പിന്നെ വീട്ടിലും തന്നെ എല്ലാവരും പറയുന്നു, അമ്മ വെയിറ്റ് കുറയണം, ഇത്ര വെയിറ്റ് കുറയ്ക്കരുത് എന്ന്. പിന്നെ എനർജറ്റിക്, യെസ്, ഐ ആം എനർജറ്റിക്. രാവിലെ ഞാനൊരു 3-3:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ രാത്രി 10 മണി ഒക്കെയാണ് കിടക്കുക. അതിൽ എനിക്കൊരു ക്ഷീണമൊന്നും തോന്നാറില്ല. എനർജറ്റിക്കായിട്ട് എല്ലാ പരിപാടികളെല്ലാം ചെയ്യും. എനിക്ക് ഒരേ ഒരു ഇഷ്യൂ ഉള്ളത്, ഐ ഷുഡ് നോട്ട് ബി ഡിപ്പെൻഡഡ് ഓൺ